എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സ്കൂൾ തുറക്കുന്ന അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഓരോ കാരണം വൈകിപ്പോയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവൻ സ്കൂളിൽ പോയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഉമ്മാനെ ഡയാലിസിന് പോകണം കേട്ടോ. അപ്പോൾ ഉമ്മാനെ ഡയാലിസിനാക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മാനെ കൊണ്ടുപോയി വിട്ടിട്ട് പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ കേട്ടോ തിരിച്ച് എടുക്കാൻ പോകൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് അക്ഷയ പോകണ്ടായിരുന്നു, മോൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തെ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ തലേ ദിവസം തന്നെ പിന്നെ മട്ടനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മട്ടൻ കറിയാണ് കേട്ടോ അപ്പോൾ അന്ന് ഉണ്ടാക്കുന്നത്. ആ പൈസയൊക്കെ പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അത് പുറത്ത് വെക്കുകയാണ്. അപ്പോൾ 1 കിലോ മട്ടനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ മക്കൾ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അവർ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കൽ. എന്താണെങ്കിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ വൈകിപ്പോവും. അപ്പോൾ അന്ന് പുട്ടും പഴമായിരുന്നു രാവിലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ, ഇഞ്ചി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച മട്ടനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ച് വെച്ച് 3-4 വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പെരുന്നാളിൻ്റെ അന്ന് അധികം വീട്ടിലും ബിരിയാണിയാണ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾ പറഞ്ഞു ബിരിയാണി വേണ്ട, പിന്നെ മട്ടൻ കറി വെച്ചാൽ മതി, അതിലേക്ക് ഗീ റൈസും ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പിറ്റേ ദിവസം എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ ബിരിയാണി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ പെരുന്നാളിന് ഇത് തന്നെ ആവട്ടെ വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ ഇതുണ്ടാക്കിയത്. പെരുന്നാളിൻ്റെ അന്ന് നിങ്ങളൊക്കെ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയത് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അന്ന് ഞാൻ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കിയിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മട്ടനൊക്കെ കഴിച്ചെടുത്തതിന് ശേഷം അങ്ങനെ താളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, ചെറിയ ഉള്ളി ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെയാണ് അന്ന് ഉണ്ടാക്കിയത്. മട്ടൻ കറി പല രീതിയിലും ഉണ്ടാക്കാം, പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒഴിച്ചു കൊടുത്ത വെള്ളം മാത്രം മതി വേവിച്ചെടുക്കാൻ, പിന്നെ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അധികം വെള്ളമില്ലാത്ത രീതിയിൽ ഗ്രേവി ആയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതൊന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കറി ഇവിടെ റെഡിയായി. ഇനി ഗീ റൈസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതെല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാവുമ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നൊന്ന് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞതും അതുപോലെ ക്യാരറ്റ് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ 1/2 കിലോ അരിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്, അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അരി ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പാത്രത്തിന് ഒരു പാത്രം അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഗീ റൈസ് റെഡിയാവും. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും വീട്ടിലും നേരത്തെ ഭക്ഷണം ആവുമല്ലോ അല്ലേ. അതുപോലെ ഞങ്ങളത് നേരത്തെ ഭക്ഷണമായി. 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു.
അന്നത്തെ ദിവസം രാത്രിയാണ് കേട്ടോ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്.